ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതുപോലെ ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ നെക്ക് എങ്ങനെ സെറ്റാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ വിടുത്തിനേക്കാളും 1.5 ഇഞ്ച് വിടുത്തും വേണം, 1.5 ഇഞ്ച് ലെങ്ത്തും വേണം. അപ്പോൾ അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ മറിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അടിയിൽ സ്റ്റോൺ ഉള്ളതാണ്. അപ്പോൾ വല്ലാതെ കയറ്റി സ്റ്റിച്ച് ചെയ്യാണ്ട് ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കത്രിക ഷാർപ്പ് കുറവാണ്, അതാണ് ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഉൾഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് അടിയെന്ന് വെച്ചാൽ 2 സ്റ്റോണിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പില്ലേ, അതിലൂടെ വേണം നമ്മൾ മേൽഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാൻ. അടിഭാഗത്തെ ക്ലോത്ത് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് മേൽഭാഗത്ത് നന്നായിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഈ സമയത്ത് സ്റ്റോണൊക്കെ അടിക്കുമ്പോൾ കയ്യിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ അടിഭാഗത്തെ ക്ലോത്ത് ഒന്ന് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് മേലെ ഇതേപോലെ ഫ്ലവറിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ സ്റ്റോൺ ഇല്ലാത്തോടത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ അടിക്കുന്നത് കാണില്ല, ത്രെഡൊക്കെ ആ സ്റ്റോൺ ഇതിൻ്റെ ഉള്ളിലാണല്ലോ, ഫ്ലവറിൻ്റെ ഉള്ളിലാവുന്നതുകൊണ്ട് കാണില്ല. അപ്പോൾ ഇതുപോലെ ഒരു 4-5 സ്ഥലത്തായിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിഭാഗത്ത് തുണി അനങ്ങാതെ അവിടെ നിൽക്കും. എന്നിട്ട് ഇതേപോലെ മേൽഭാഗത്തുള്ള ആ ത്രെഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അടിച്ചതിൻ്റെ അത് അടിഭാഗത്തുനിന്ന് മേൽഭാഗത്തുനിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട പണി ഈ മറച്ചിട്ട തുണി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണിയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 1.5 ഇഞ്ച് തന്നെ വിട്ടിട്ട് നമ്മൾ നല്ല തുണി ഉണ്ടാകും, നല്ല തുണിയുടെ അടിഭാഗത്താണല്ലോ ഈ നിൽക്കുന്നത് ഈ തുണി. അപ്പോൾ 1.5 ഇഞ്ച് വിട്ടിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി അതൊന്ന് ജസ്റ്റ് മടക്കി അടിക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി, 2 മടക്കൊന്നും വേണ്ട. ഒന്ന് മടക്കി അടിച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹെവി വർക്ക് ഉള്ളതൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.